+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പുതിയൊരു സെക്ഷന് തുടക്കം കുറിക്കുകയാണ്, അതായത് ജോമെട്രി. നമുക്കിവിടെ ജോമെട്രിയിൽ 3 ചാപ്റ്ററുകളാണ് ഈ സെക്ഷനിൽ ഉള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻസ്, മറ്റൊന്ന് കോണിക് സെക്ഷൻസ്, തേർഡ് ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി. ഇങ്ങനെ 3 ചാപ്റ്ററായിട്ടാണ് +1 ജോമെട്രി നാം പഠിക്കുന്നത്. അതായത് ജോമെട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസ്. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപ്, ചാപ്റ്റർ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഏതാനും കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. അതായത് SLC വരെ കുട്ടികൾ പഠിച്ചത് കേരള സിലബസിലാണെങ്കിൽ ജോമെട്രിയുടെ ബേസിക് കൺസെപ്റ്റ്സ്, അതായത് പോയിൻ്റ്, അതുപോലെ ലൈൻ, സർക്കിൾ തുടങ്ങിയവയാണ്. അതിൽ തന്നെ ഇപ്പോൾ ഒരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റാണ്, പോയിൻ്റ്. ഇനി ഈ പോയിൻ്റ്, അതുപോലെ തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചു ലൈൻ, ഇതൊരു ലൈനാണ്. അതായത് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇത് പറഞ്ഞാൽ നാം ചെയ്യുന്നത് സ്കെയിൽ ഉപയോഗിച്ച് 10 സെൻറ്റിമീറ്റർ അളന്ന് ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെയുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഒരു സർക്കിൾ. ആ സർക്കിളും അതേ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്? കോമ്പസ് ഉപയോഗിച്ച് 6 സെൻറ്റിമീറ്റർ ആരമുള്ള, ഒരു എക്സാമ്പിളായിട്ട് 6 സെൻറ്റിമീറ്റർ നീളമുള്ള ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഇങ്ങനെയുള്ള രീതിയിലാണ് നാം ഇതുവരെ പഠിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി +1 ക്ലാസ് മുതൽ നമ്മൾ ജോമെട്രിക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഒരു പോയിൻ്റ്, നേരത്തെ പറഞ്ഞ അതേ രീതിയിലുള്ളൊരു പോയിൻ്റ്. ആ പോയിൻ്റ് സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ഹയർ ലെവൽ ക്ലാസ്സുകളിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് കൂടി, ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്, ഇപ്പോൾ എ എന്ന പോയിൻ്റ്, ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 2, വൈ കോർഡിനേറ്റ് 3. അതായത് എ എന്ന് പറഞ്ഞാൽ വെറും ഒരു പോയിൻ്റ് മാത്രമല്ല, അതിനെ ഓൾജിബ്രൈക്ക് വ്യൂവിൽ നാം സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. 2, 3. ഇവിടെ 2, 3 എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഉണ്ട്. അതായത് 3 ഡിസ്റ്റൻസാണ് എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ 2 എക്സ് കോർഡിനേറ്റ് ആണ് 2 എന്നുള്ള ലെങ്ത്താണ് അതേലെ വൈ ആക്സിസുമായിട്ടുള്ള ലെങ്ത്ത്. അങ്ങനെ സൂചിപ്പിക്കുന്നു. അതായത് ജോമെട്രീനെ നാം ഓൾജിബ്രയുടെ സഹായം കൂടി ഇവിടെ തേടുന്നു എന്നർത്ഥം. ഇനിതാ ഇവിടെ ഒരു ലൈൻ. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു കാര്യം കൂടി ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. അതായത് അതിനൊരു ഇക്വേഷനും കൂടി കണക്റ്റഡ് ആണ് എന്നർത്ഥം. അതായത് എക്സ് പ്ലസ് 4y = 5. അതായത് ഒരു എക്സ് കോർഡിനേറ്റ്, ഒരു വൈ കോർഡിനേറ്റ്, കൂടെ ഒരു കോൺസ്റ്റൻറ്റും കൂടി ചേർന്നതാണ് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ. അതായത് ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു രൂപത്തിൽ കൂടി, കുറച്ചും കൂടി ലളിതമായ രീതിയിൽ, കുറച്ചും കൂടിയും ആസ്വാദകരമാക്കത്തക്ക വിധത്തിൽ നമ്മൾ അതിനെ മാറ്റം വരുത്തുന്നു എന്നർത്ഥം. ഇനി അതേ രീതിയിൽ തന്നെ നമുക്ക് പറയാം, ഒരു സർക്കിളാണെങ്കിൽ ആ സർക്കിളിനും അതേ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. x² + y² = 4. ആ ഫിഗറിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഇക്വേഷനാണ് എന്ന് സാരം. അതുപോലെ തന്നെ ആ സർക്കിളിന് ആ ഇക്വേഷൻ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ സെൻറ്റർ എന്താണ്, അതിൻ്റെ റേഡിയസ് എന്താണ്, അത് ഏതിലൂടെ പാസ് ചെയ്യുന്നു, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ജോമെട്രി പഠനം കുറച്ചും കൂടി ഹയർ ലെവലിൽ കുറച്ചും കൂടി ആസ്വാദകരമാണ് എന്ന് ചുരുക്കം. അതായത് ഇതേ രീതിയിൽ ഓൾജിബ്രയുടെ സഹായത്തോടെയാണ് ജോമെട്രി പഠിക്കുന്നത്. അതിനെയാണ് നാം പറയുന്നത് അനലിറ്റിക്കൽ ജോമെട്രി. അതായത് സ്റ്റഡി ഓഫ് ജോമെട്രി യൂസിങ് ഓൾജിബ്ര. സ്റ്റഡി ഓഫ് ജോമെട്രി യൂസിങ് ഓൾജിബ്ര ഈസ് കോൾഡ് അനലിറ്റിക്കൽ ജോമെട്രി. അനലിറ്റിക്കൽ ജോമെട്രി ഓർ കോർഡിനേറ്റ് ജോമെട്രി ഓർ കാർട്ടീഷ്യൻ ജോമെട്രി. ഇങ്ങനെ അനലിറ്റിക്കൽ ജോമെട്രി, അതായത് ജോമെട്രിയുടെ സഹായം, ജോമെട്രി പഠിക്കുന്നത് ഓൾജിബ്രയുടെ സഹായത്തോടെ സ്വീകരിച്ച, അത് കണ്ടെത്തിയ, ആ മെത്തേഡ് ആവിഷ്കരിച്ച സയൻറ്റിസ്റ്റാണ് ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ റെനെ ഡെസ്കാർട്സ്. അതായത് നേരത്തെ നാം എ എന്ന പോയിൻറ്റിനെ സൂചിപ്പിച്ചു, 2, 3. ആ 2, 3 എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത് ഒരു എക്സ് ആക്സിസ് വരയ്ക്കുന്നു, ഒരു വൈ ആക്സിസ് വരയ്ക്കുന്നു. 2 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ് ആണ്, 3 എന്നുള്ളത് വൈ കോർഡിനേറ്റ് ആണ്. ആ 2ഉം 3യും എങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി ഒരു അവതരണം നടത്തിയത്
ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനായ റെനെ ഡെസ്കാർട്ട്സ്. ആ റെനെ ഡെസ്കാർട്ടിനെയാണ് പറയുന്നത് ഫാദർ ഓഫ് അനലിറ്റിക്കൽ ജോമെട്രി. ഫാദർ ഓഫ് അനലിറ്റിക്കൽ ജോമെട്രി അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ്. ഫാദർ ഓഫ് മോഡേൺ മാത്തമാറ്റിക്സ് ഓർ ഫാദർ ഓഫ് അനലിറ്റിക്കൽ ജോമെട്രി. ഇതേ രീതിയിൽ ജോമെട്രി പഠനം കുറച്ചുകൂടി കാര്യക്ഷമമാവും അതുപോലെ നടത്തുന്ന രീതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ കാര്യം ഒന്ന് ഇവിടെ സൂചിപ്പിക്കാം. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് ഇനി സ്ട്രെയിറ്റ് ലൈനിലെ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതൊന്ന് നോക്കാം. നേരത്തെ നാം സൂചിപ്പിച്ചു എന്താണ് അനലിറ്റിക്കൽ ജോമെട്രി. അതായത് അനലിറ്റിക്കൽ ജോമെട്രി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ജോമെട്രി യൂസിങ് ഓൾജിബ്ര. ആ കാര്യങ്ങളൊന്ന് ബേസിക്കായ ആ കാര്യങ്ങൾ ഒന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ എഴുതേണ്ടത് ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസ്. ദ സ്റ്റഡി ഓഫ് ജോമെട്രി യൂസിങ് ഓൾജിബ്ര ഈസ് കോൾഡ് analytical geometry or Cartesian geometry or coordinate geometry. French mathematician René Descartes is considered as the father of analytical geometry and father of modern mathematics. നമുക്കിനി ഇതിനോടനുബന്ധിച്ച് ഏതാനും ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ, അതായത് 10th ക്ലാസ്സിൽ കേരള സിലബസിൽ ഇതിലുള്ള പല ഭാഗങ്ങളും പഠിച്ചതല്ല. എന്നാൽ CBSE അല്ലെങ്കിൽ NCERT സിലബസിൻ്റെ 10th തുടർച്ചയാണ് കേരള സിലബസായിട്ട് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ, ആ ബേസിക് കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ആവർത്തിച്ച് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല 2 പോയിൻ്റ്, നമുക്ക് ആ പോയിൻ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 1 നേരത്തെ സൂചിപ്പിച്ച റെനെ ഡെസ്കാർട്ട്സ് സൂചിപ്പിച്ച എക്സ് ആക്സിസ് വൈ ആക്സിസ്, അതിലൊരു പോയിൻ്റാണ് 1. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പോയിൻ്റ് നോക്കാം. 4, 5. ഈ 2 പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ആ ഒരു ലൈൻ ഒന്ന് വരയ്ക്കാം ആദ്യം. 1 മുതൽ 4, 5 വരെ. 4, 5. അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് പേരൊന്ന് കൊടുക്കാം. അതായത് അതിൻ്റെ പേര് നമുക്കിവിടെ പേര് കൊടുക്കാം. ഈ പോയിൻ്റ് എ ആണ്, ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് ക്യാപിറ്റൽ എ x1 y1 x1 y1. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ ബി x2 y2. 2 പോയിൻറ്റ്സ് x1 y1 x2 y2. നമുക്കിവിടെ ആവശ്യം ഇതിൻ്റെ ലെങ്ത്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചെയ്തിരുന്നത് ഒരു ലൈന് കിട്ടിയാൽ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത് സ്കെയിൽ ഉപയോഗിച്ച് അളക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിന് വിഭിന്നമായിട്ട് നമുക്ക് ഈ AB എന്നുള്ളതിൻ്റെ ലെങ്ത്ത് ഒന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതായത് ഈ എയിൽ നിന്ന് അതായത് ഈ ലൈൻ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാക്കി കൺസ്ട്രക്റ്റ് ചെയ്യാം. അതായത് ഇവിടെ ബിക്ക് വെർട്ടിക്കലായിട്ടുള്ള ലൈൻ ടച്ച് ചെയ്യാൻ പാകത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാക്കി മാറ്റുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇപ്പോൾ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. അതായത് നമുക്ക് ഈ AB ഈ പോയിൻ്റ് മീറ്റ് ചെയ്യണ പോയിൻറ്റിനെ C എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ C. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ C കൊടുത്താൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പോയിൻ്റ് x1 y1 ആണ്. അതായത് ഈ 1 എന്നുള്ളതിനാണ് നമ്മളിങ്ങനെ സൂചിപ്പിച്ചത്. അതായത് ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 1 ആണ്. അതായത് ഈ ഹൈറ്റ് 1 ആണ്. അതുകൊണ്ട് ഈ ഇവിടത്തെയും സിയുടെയും y കോർഡിനേറ്റ് y1 ആയിരിക്കും. എന്നാൽ എക്സ് കോർഡിനേറ്റ് x2 ആയിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ കൊടുക്കാം, x2 y1 എന്ന് കൊടുക്കാം. അതായത് എയുടെ എക്സ് കോർഡിനേറ്റ് x1, സിയുടെ എക്സ് കോർഡിനേറ്റ് x2. അപ്പോൾ നമുക്ക് AC എന്ന ലെങ്ത്ത് പറയാം. എന്തായിരിക്കും AC എന്ന ലെങ്ത്ത്? അതായത് x2 മൈനസ് x1. x2 മൈനസ് x1 ആയിരിക്കും AC എന്നുള്ള ലെങ്ത്ത്. ഇനി BC എന്നുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഹൈറ്റ് y2 ആണ്, ഈ ഹൈറ്റ് y1. അപ്പോൾ അതുകൊണ്ട് ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ BC എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 എന്ന് നമുക്ക് സൂചിപ്പിക്കാം. നമുക്കതിൻ്റെ ലെങ്ത്ത് കാണാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ AB എന്നുള്ളത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ്. അതുകൊണ്ട് ആ
വാല്യൂ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് എ ബി സ്ക്വയർ എന്തായിരിക്കും? എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് കൊടുക്കാം. നമുക്കറിയാം എന്തായിരിക്കും എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് എ ബി എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിൻ്റെ റൂട്ട് കണ്ടാൽ മതിയായിരിക്കും. അതായത് x2 റൂട്ട് ഓഫ് x2 മൈനസ് x1 ഓൾ സ്ക്വയർ ദെൻ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. അപ്പോൾ രണ്ട് പോയിൻറ്റിൻ്റെ ഒരു ലൈനിൻ്റെ രണ്ട് പോയിൻറ്റിൻ്റെ n പോയിൻറ്റ്സ് ക്യാപിറ്റൽ എ x1 y1 ക്യാപിറ്റൽ ബി x2 y2 ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് പേപ്പർ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് ഇത് 1 ആണ് നമ്മുടെ പോയിൻ്റ്. അതായത് ഈ പോയിൻറ്റിനെ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് 1 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലെങ്ത്ത് 3 ആണെന്ന് സൂചിപ്പിക്കാം നമുക്ക്. ഇനി അതുപോലെ തന്നെ ഈ ഹൈറ്റ് 5 ആണ്. അതായത് ഈ പോയിൻ്റ് 4 5 ആണ്. അപ്പോൾ അതിൻ്റെ y കോർഡിനേറ്റ് ഈ ഡിസ്റ്റൻസ് 5 ആണ്, ഇവിടെ 1 ആണ്. അതുകൊണ്ട് നമുക്കിതിനെ ഈ ലെങ്ത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 4 ആയിട്ട് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളന്നാൽ കിട്ടുന്ന ലെങ്ത്ത് എന്ത് തന്നെയായിരിക്കും? 5 ആയിരിക്കും. അതായത് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു 5. അതായത് എ ബി എന്ന ലെങ്ത്ത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് 5 കാണുന്ന അതേ രീതിയിൽ ഇവിടെ ലൈനൊന്നും കാണാതെ തന്നെ അതിൻ്റെ പോയിൻ്റ് കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താം. അതായത് രണ്ട് പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് ക്യാപിറ്റൽ എ x1 y1 ആൻഡ് ക്യാപിറ്റൽ ബി x2 y2 ഈസ് ഗിവൺ ബൈ ഡിസ്റ്റൻസ് എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഓൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഓൾ സ്ക്വയർ. ഇതാണ് അറിയാവുന്ന ഒരു റിസൾട്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച റിസൾട്ട് നമ്മൾ ബേസിക് റിസൾട്ട് ആയതുകൊണ്ട് ഒന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. നമുക്കിനി അടുത്ത ഒരു കേസ് വരുന്നത് മറ്റൊന്ന് പഠിച്ചു എന്ന് പറയുന്ന മറ്റൊന്ന് സെക്ഷൻ ഫോർമുല. അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. അതായത് ഇവിടുന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2 1 എന്ന പോയിന്റിൽ നിന്ന് നമ്മളിവിടെ 5 6 ഇതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. 2 1 എന്ന പോയിന്റിൽ നിന്ന് 2 1 പോയിന്റ്. നമുക്കിതിനെ പേരൊന്ന് കൊടുക്കാം. ഇതിന് പേര് കൊടുക്കുമ്പോൾ അതായത് ഈ ഭാഗത്ത് പേര് നമുക്ക് എ എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ എ. അതായത് ഇവിടെ ക്യാപിറ്റൽ എ. ഇതിൻ്റെ പോയിൻറ്റും കൂടി നമുക്കൊന്ന് കൊടുക്കാം. ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടുത്തെ പോയിൻ്റ് 2 1. ഇനി ബി എന്നുള്ളതിൻ്റെ പോയിൻ്റ് ഈ പോയിൻ്റാണ് ബി. അപ്പോൾ ബി എന്നുള്ളതിനെ നമുക്ക് കൊടുക്കാവുന്നത് 6 5. എക്സ് കോർഡിനേറ്റ് 6, വൈ കോർഡിനേറ്റ് 5. വൈ കോർഡിനേറ്റ് അതായത് ഇവിടെ 2 1. 2 1 2 1 6 5. നമുക്കിവിടെ ആവശ്യം ഈ എ ബി എന്ന ലൈനിനെ, അതായത് എ ബി എന്ന ലൈനിലുള്ള ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻ്റ് നമ്മൾ ഗ്രാഫ് പേപ്പർ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ പോയിൻ്റ് ഇപ്പോൾ തന്നെ അറിയാം. എങ്കിലും ആ പോയിൻ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? അതായത് ഏതാണ്ട് ഇത് നമുക്ക് 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 യൂണിറ്റ് 4 യൂണിറ്റ് ലെങ്ത് ഉള്ളതാണ്. യൂണിറ്റ് എന്നേ പറയുള്ളൂ, കാരണം ഇത് ഈ 2 വരെ ഈക്വൽ ആവില്ല. 4 തുല്യ ഭാഗമായി തിരിച്ചതിൽ ഏതാണ്ട് നടുക്ക് എന്നർത്ഥം. അതിൻ്റെ പോയിൻ്റ് നമുക്കറിയാം ഇവിടെ 4 3 ആണെന്ന്. നമുക്കതിനെ വേണമെങ്കിൽ സി എന്ന് പേര് കൊടുക്കാം. സിയുടെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. രണ്ടും തുല്യമാണെങ്കിൽ, അതായത് മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ആ റിസൾട്ടാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് സിയുടെ വാല്യൂ കണ്ടെത്തുന്നത്? അതായത് ഇവിടെ 6 ആണ് എക്സ് കോർഡിനേറ്റ് ബിയുടെ, എയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. 6ഉം 2ഉം
ഇവിടെ സി നമുക്ക് നേരിട്ട് നിന്ന് കണ്ടെത്താം. 4 3 എക്സ് കോർഡിനേറ്റ് 4 വൈ കോർഡിനേറ്റ് 3 ആണ്. എങ്ങനെയാണ് ഈ 2 6 എന്നുള്ളത് 4 ആകണം, അതുപോലെ 1 5 എന്നുള്ളത് 3 ആകണം? നമുക്ക് ഇതിന്ന് ഒരു റാൻഡമായിട്ട് നോക്കുമ്പോൾ തന്നെ ഇതിന്ന് ആ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാവും. അതായത് എയുടെയും ബിയുടെയും പോയിന്റുകളുടെ ഏതാണ്ട് നടുക്ക് വരുന്ന മിഡിലായിട്ട് വരുന്ന പോയിൻ്റാണ് സി. അതായത് എ ബി എന്ന ലൈനിനെ സി എന്നുള്ളത് ഒരു മിഡ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ 4 3 എന്നുള്ളതിനെ ഇങ്ങനെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. അതായത് എയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, ബിയുടെ എക്സ് കോർഡിനേറ്റ് 6 ആണ്. ഇതിനെ 2 കൊണ്ടും കൂടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, കാരണം തുല്യമാക്കുകയാണ്. ഇനി അതുപോലെ തന്നെ എയുടെ വൈ കോർഡിനേറ്റ് 1 ആണ്, ബിയുടെ വൈ കോർഡിനേറ്റ് 5 ആണ്. നമ്മൾ ഇതിനെയും 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഈ പോയിൻ്റ്, അതായത് 2 + 6 8/2 4. ഇനി 1 + 5 6 6/2 3. അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണ് കണ്ടെത്തിയത് 4 3 എന്നുള്ളത് കണ്ടെത്തിയത്? അതായത് എ ബി എന്ന ലൈനിനെ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1:1 ഭാഗിക്കുന്നു എങ്കിൽ ആ മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുന്നു /2, വൈ കോർഡിനേറ്റ് ആഡ് ചെയ്യുന്നു /2. അതായത് ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? എയുടെ വാല്യൂ x1 y1, ബിയുടെ വാല്യൂ x2 y2 ആണെങ്കിൽ നമുക്ക് മിഡ് പോയിൻ്റ് ഫോർമുല എങ്ങനെ സൂചിപ്പിക്കാം? x1 പ്ലസ്, ഇപ്പം മിഡ് പോയിൻ്റ് ഫോർമുലേനെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം, x1 പ്ലസ് x2/2 എന്നും വൈ കോർഡിനേറ്റിനെ y1 പ്ലസ് y2/2 എന്നും നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുലയാണ് ചെറിയ ക്ലാസ്സുകളിൽ NCERT സിലബസിൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ച ഒരു റിസൾട്ട്. അതാണ് നമുക്കിവിടെ ആവശ്യമുള്ള ഒന്ന്. ഇതിനാണ് നാം സെക്ഷൻ ഫോർമുല. എ ബിനെ 2ആക്കി പാർട്ടീഷൻ നടത്തുന്നു എന്നർത്ഥം. ഇനി ഇവിടെ ഇപ്പോൾ അത് മിഡ് പോയിൻ്റ് ആണ് വന്നത്. നമുക്കിനി അല്ലാത്ത ഒരു പോയിൻ്റ് ഒന്ന് എടുത്ത് നോക്കാം. എന്താണ് അവിടെ സംഭവിക്കുക? ഇപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻറ്റിനെ നമുക്ക് ഡി, എ ബി സി വന്നു. ഇനി ഡി എന്ന ഒരു പോയിൻ്റ് കൊടുക്കാം. ആ ഡിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതാണ് കണ്ടെത്തേണ്ടത്. ഇവിടുത്തെ പോയിൻ്റ് നമുക്കറിയാം 3 2. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് 3 2 ആണ്. ഈ 3 2 എന്നുള്ളത് എയുടെ 1 2 1 എന്ന പോയിൻറ്റും ബിയുടെ 6 5 എന്ന പോയിൻറ്റുമായി എങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്യാം? അപ്പോൾ ആകെ എ ബിയുടെ ലെങ്ത്താണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ആകെ എ ബിയുടെ ലെങ്ത്ത് എന്താ? 1 എന്ന ഇവിടെ ഒരു യൂണിറ്റ് 1 2 3. അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അതായത് എ ഡി എന്നുള്ളതും ഡി ബി എന്നുള്ളതും അതിൻ്റെ റേഷ്യോ 1:3 ആണെന്ന് പറയാം. എ ഡിയുടെ ലെങ്ത്ത് 1 ആണ്, ഡി ബിയുടെ റേഷ്യോ ഡി ബിയുടെ ലെങ്ത്ത് 3 ആണ്. അപ്പോൾ എ ഡി എന്ന ലൈനിനെ ഡി എന്ന പോയിൻ്റ് എങ്ങനെയാണ് ഭാഗിക്കുന്നത്? 1:3 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ ഈ 2 1 എന്ന പോയിൻറ്റും 6 5 എന്ന പോയിൻറ്റും 1 3 എന്ന റേഷ്യോയും 3 2 എന്ന പോയിൻറ്റും തമ്മിലൊന്ന് നമുക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊന്ന് നോക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ 6 ബിയുടെ എക്സ് കോർഡിനേറ്റ് 6 ആണ്, എയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അതിനിവിടെ ഒരു 1 3 എന്നൊരു 2 നമ്പേഴ്സും കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് 3യിലേട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇതിനെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ, അതായത് 1 ഇൻറ്റു ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 6 ആണ്, പ്ലസ് ഇവിടുത്തെ വാല്യൂ എന്താ? 3 ആണ്. 3 ഇൻറ്റു ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അതിനെ നമ്മൾ ഭാഗിക്കുന്നത് എങ്ങനെയാണ്? 1:3 ആണ്. അപ്പോൾ 1 + 3 എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ വൈ കോർഡിനേറ്റോ 1 ഇൻറ്റു ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 5 ആണ്, പ്ലസ് 5 ആണ്. ഇനി ഇവിടുത്തെയോ 3 ഇൻറ്റു 3 ആണ് അവിടുത്തെ റേഷ്യോ, 3 ഇൻറ്റു 1
ഇതൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് എന്താണ് ലഭിക്കുക എന്നൊന്ന് പരിശോധിക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ വാല്യൂ ഒന്ന് കണ്ടാൽ എന്തായിരിക്കും? 6 + 6 എന്ന് പറഞ്ഞാൽ 12. 12/3, 12/4. ഇനി ഇവിടെയോ 5 + 3 8. 5 + 3 8/4 എന്തായിരിക്കും? 8/4. അതുപോലെ തന്നെ 12/4. നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 12/4. എന്താണ് 12/4? = 3. എന്താണ് 8/4? അതാണ് 2. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ എയുടെ 21 എന്ന പോയിൻറ്റും ബിയുടെ 65 എന്ന പോയിൻറ്റും ഇവിടെയുള്ള റേഷ്യോ 1:3 ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ എഴുതിയപ്പോൾ നമുക്ക് നേരത്തെ ആദ്യമേ കണ്ടെത്തിക്കഴിഞ്ഞ 3:2 എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അതായത് 2 പോയിൻ്റ് കിട്ടിയപ്പോൾ 2 എൻഡ് പോയിൻ്റ് കിട്ടിയാൽ അത് ഏത് റേഷ്യോയിലാണ് ഭാഗിക്കുന്നത് എന്ന് മനസ്സിലായാൽ നമുക്ക് ആ പോയിൻ്റ് ഈ ലൈനിലുള്ള ഏതൊരു പോയിൻറ്റും കണ്ടെത്താൻ സാധിക്കും. അതിനെയാണ് നാം എന്ത് പറയുന്നത്? സെക്ഷൻ ഫോർമുല. അതായത് നമുക്ക് ജനറലായിട്ട് ഈ 1:3 എന്നുള്ളതിന് പകരം നമുക്ക് എയുടെ പോയിൻ്റ് നാം ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? x1y1. ബിയുടെ പോയിൻ്റ് എന്തായിരുന്നു? x2y2. നമുക്ക് ഈ നമ്പറിന് പകരം ആ റേഷ്യോ m:n ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൃത്യമായിക്കൊള്ളുന്നില്ല. കാരണം ആ പോയിൻ്റ് ചിലപ്പോൾ ഇവിടെ എങ്ങനെ ആയിട്ട് വരികയാണെങ്കിൽ 1 ഉണ്ടാവില്ല, ഇവിടെ 3 പോയിൻറ്റും വരും. അപ്പോൾ നമുക്ക് ആ റേഷ്യോ എങ്ങനെ പറയാൻ പറ്റൂ? m:n എന്ന രീതിയിലേ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം കേസിൽ ആ ഫോർമുലേനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് എ ബി എന്ന ലൈനിനെ ഡി എന്ന പോയിൻ്റ് m:n എന്ന റേഷ്യോയിൽ ഭാഗിക്കുകയാണെങ്കിൽ ഇൻറ്റേർണലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ്, ആ കോർഡിനേറ്റ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: mx2 + nx1/m+n. അതാണ് നേരത്തെ 1 + 3 എന്ന് നമ്മൾ എഴുതിയത്. ഇനി അതുപോലെ തന്നെ y കോർഡിനേറ്റ് കാണാൻ my2 + ny1/m+n. അതായത് m ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? 1 ഇൻറ്റു അപ്പുറത്തെ പോയിൻ്റ് 6, 3 ഇൻറ്റു ഈ ഭാഗത്തെ 1, ഈ ഭാഗത്തെ 2. ഇങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്. അതായത് ഈ വാല്യൂ m:n എന്നത് m-ഉം n-ഉം തുല്യമാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? m:m. n-ന് m കൊടുക്കുകയാണ്. m:m എന്നുള്ളതിന് 1:1 എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഇവിടെ കിട്ടിയത്. m-ഉം n-ഉം കൂട്ടിയാൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? രണ്ടും 1 ആണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഈ മിഡ് പോയിൻ്റ് ഫോർമുല കിട്ടിയത്. അതായത് ഇതിനെ നമുക്ക് പറയുന്നതാണ് ഇൻറ്റേർണൽ ഡിവിഷൻ. എ ബി എന്ന ലൈനിനെ എക്കും ബിക്കും ഇടയിലാണ് ഇവിടെ പാർട്ടീഷൻ നടത്തുന്നത്. അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കാണുന്നത്. അതായത് ഇൻറ്റേർണലാണ് ഇവിടുത്തെ ഡിവിഷൻ എന്നർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഫോർമുല എന്തായിട്ട് വരുന്നത്? mx2 + nx1/m+n എന്നത് എക്സ് കോർഡിനേറ്റും my2 + ny1/m+n എന്നത് ഇതിൻ്റെ y കോർഡിനേറ്റായിട്ട് നാം എഴുതുന്നു എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഡി എന്നതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. നമുക്കിനി മറ്റൊന്ന്, അതായത് എക്കും ബിക്കും ഇടയിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നാം എന്ത് പറയണത്? ഇൻറ്റേർണൽ ഡിവിഷൻ. നമുക്ക് ഇതിനൊരു മറ്റൊരു കേസുണ്ട്, എക്സ്റ്റേണൽ ഡിവിഷൻ. അതായത് ഡി എന്ന പോയിൻ്റ് നേരത്തെ നമ്മൾ ആദ്യം സി എന്ന പോയിൻ്റ് കണ്ടെത്തി, പിന്നെ ഡി എന്ന പോയിൻ്റ്, നമുക്കിനി ഇ എന്നൊരു പോയിൻ്റ്. ഈ ലൈൻ നീട്ടുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടേക്കാണ് അത് പോണത്. ആ പോയിൻ്റ് നമുക്ക് ഇ എന്ന് കൊടുക്കാം. ആ പോയിൻറ്റിനെ നമുക്ക് ഇ എന്ന് കൊടുക്കാം, ക്യാപിറ്റൽ ഇ. നോക്കുക, നമുക്ക് ആ ഇ എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് എഴുതാം. എന്തായിരിക്കും ഇയുടെ കോർഡിനേറ്റ്സ്? 7 6 ആണ് നമ്മുടെ പോയിൻ്റ്. നമ്മൾ ആദ്യമേ ആ പോയിൻ്റ് ഒന്ന് കണ്ടുവെക്കുകയാണ്. എങ്ങനെയാണ് ഇനി 7 6 കിട്ടുന്നത് എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. എങ്ങനെയാണ് ഈ 7 6 വരുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. 7 6. അപ്പോൾ ഈ 7 6 നമ്മളിപ്പോഴത്തെ പോയിൻ്റ് എന്ത് തന്നെയാണ്? എ ബി എന്ന ലൈനിനെയാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഈ ലൈനിൽ പോകുന്ന, ഈ ലൈൻ പോകാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റിൽ വെച്ചിട്ടുള്ള കോർഡിനേറ്റ്സ് കാണുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
എന്തായിരിക്കും ആ പോയിൻ്റ്? നേരത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഡി ആണ് നമ്മുടെ പോയിൻ്റ് എങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ലെങ്ത്ത് 1ഉം ഡിയിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത്ത് സിയുമായിട്ടാണ് 3യുമായിട്ടാണ് നാം ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഡിക്ക് പകരം ഇ ആണെങ്കിൽ ഇയിൽ നിന്ന് എയിലേക്കുള്ള ലെങ്ത്ത് എത്രയായിരിക്കും? 1 2 3 4 5. അപ്പോൾ ഇയിൽ നിന്ന് എയിലേക്കുള്ള ലെങ്ത്ത് നമുക്കറിയാം, അതായത് എം എന്നുള്ളത് നേരത്തെ നമ്മൾ അങ്ങനെയാണ് m/n എന്ന രീതിയിൽ പറയുമ്പോൾ എ മുതൽ ഇ വരെയുള്ളത് എം ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 1 യൂണിറ്റ്, അതായത് നമ്മൾ ഭാഗിക്കുന്നത് എങ്ങനെയായിരിക്കും? 5:1 എന്ന റേഷ്യോയിലായിരിക്കും. നേരത്തെ 1:3 ഭാഗിച്ച പോലെ ഇവിടെ ഇ എന്നുള്ള പോയിൻ്റ് ബിക്കും അപ്പുറത്താണെങ്കിൽ എങ്ങനെയായിരിക്കും ഡിവിഷൻ? 5:1 എന്ന തോതിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം, എന്തായിരിക്കും ആ വാല്യൂ ഒന്നൊന്ന് നോക്കാം. അതായത് നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയാണ്? 76. അതായത് ഇവിടെ എന്തായിരുന്നു? അതായത് ടോട്ടൽ ലെങ്ത്ത് നമ്മൾ കണ്ടെത്തിയ വാല്യൂ വന്നത് 5 ആണ് ഇവിടെ. അതായത് 5 ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ ഈ ഡിസ്റ്റൻസ് ഇ മുതൽ എ വരെയുള്ളത് 5ഉം ഇ മുതൽ ബി വരെയുള്ളത് 1ഉമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കാം നമുക്ക്. അതായത് 21 എന്ന പോയിൻറ്റും 65 എന്ന പോയിൻറ്റും കൂടാതെ 1:5 ഇവിടെ 5:1 കൂടി കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ 76 എന്ന കോർഡിനേറ്റ്സ് ആണ്. നമുക്കതൊന്ന് നോക്കാം. അതായത് എയിൽ നിന്ന് ഇയിലേക്കുള്ള ലെങ്ത്ത് 5 ആണ്. പിന്നെ അപ്പോൾ 5 ഇൻറ്റു ഇവിടുത്തെ കോർഡിനേറ്റ്സ് 6 ആണ്, ബിയുടെ കോർഡിനേറ്റ്സ് 6 ആണ്. ദെൻ മൈനസ് 1 ഇൻറ്റു 2 ബൈ 5 മൈനസ് 1. ഇത് എക്സ്റ്റേണൽ ഡിവിഷനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ എഴുതുന്നത്. 5 ഇൻറ്റു 6 ദെൻ 5 ഇൻറ്റു 5 5 ഇൻറ്റു 5 മൈനസ് 1 ഇൻറ്റു 1 ബൈ 5 മൈനസ് 1. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക അതൊന്ന് നോക്കാം. 5 ഇൻറ്റു 6 30 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 28. 28 ബൈ 4 ഇവിടെ കിട്ടുന്നത് 25 മൈനസ് 1 24. 24 ബൈ 4. അതായത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 76. അതായത് 76. ഈ 76 തന്നെയാണ് നമ്മൾ ആദ്യം കണ്ടുവച്ചത്. അതായത് ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താ? എക്സ്റ്റേണൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ഇത് പോസിബിൾ അല്ല, എന്നാൽ മാത്തമാറ്റിക്കലായിട്ട് പോസിബിൾ ആണ് താനും. അപ്പോൾ എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ നേരത്തെ എഴുതിയ പോലെ തന്നെ എ മുതൽ ഇ വരെയുള്ളത് എം ആണ് വാല്യൂ എങ്കിൽ, അതുപോലെ തന്നെ ബി മുതൽ ഇ വരെ എന്നുമാണെങ്കിൽ എങ്ങനെ എഴുതാം? mx2 മൈനസ് nx1 ബൈ m മൈനസ് n. അതുപോലെ തന്നെ my2 മൈനസ് ny1 ബൈ m മൈനസ് 1. അതിനെയാണ് നാം എക്സ്റ്റേണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ഡിവിഷൻ ആണെങ്കിൽ mx2 മൈനസ് nx1 ബൈ m മൈനസ് 1 m മൈനസ് n. ഇതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി അതുപോലെ തന്നെ y കോർഡിനേറ്റ് my2 മൈനസ് ny1 ബൈ m മൈനസ് n. ഇതിനെയാണ് നാം എക്സ്റ്റേണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡിവിഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ഡിവിഷൻ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 76. ഈ 76 തന്നെയാണ് നാം ഇവിടെ കണ്ടെത്തി കഴിഞ്ഞതും. അതായത് സെക്ഷൻ ഫോർമുല, ഇതിനെയാണ് നാം സെക്ഷൻ ഫോർമുല. ഈ സെക്ഷൻ ഫോർമുലയുടെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി ഒന്ന് വ്യാഖ്യാനിക്കാം. അത് ഒരു ലൈനിലെ 2 പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ ആ ലൈൻ ഏതൊക്കെ ഭാഗത്തു കൂടെ പോകുന്നുവോ ആ ഭാഗത്തുള്ള ലൈനിലുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം? സെക്ഷൻ ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൻ്റെ എത്ര അടുത്തുള്ള 2 പോയിൻ്റ് കിട്ടുകയാണെങ്കിലും ആ ലൈനിലുള്ളതോ ആ ലൈൻ പാസ് ചെയ്യുന്ന ഈ ലൈനിന് വെളിയിലുള്ളതോ ആയ ഏതൊരു പോയിൻറ്റിൻ്റെയും ആ ലൈനിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനെയാണ് നാം സെക്ഷൻ ഫോർമുല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതും
കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും നമുക്കൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണ്. ദെൻ നമുക്ക് ആ ഫോർമുല, ആ കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കാം. ഇതാണ് ആ കാര്യം, ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് ക്യാപിറ്റൽ എ x1 y1 ആൻഡ് ക്യാപിറ്റൽ ബി x2 y2 ഈസ് ഗിവൺ ബൈ AB ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെൻ സെക്ഷൻ ഫോർമുല. ലെറ്റ് ക്യാപിറ്റൽ P be any point on the line joining the points capital A x1 y1 and capital B x2 y2. ഇത് ഭാഗം നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. ഒന്നാമത്തെ, P divides AB in the ratio m:n internally. The coordinates of P is mx2 plus nx1 by m plus n. അതിൻ്റെ y coordinate my2 plus ny1 by m plus n. രണ്ടാമത്തെ ഭാഗം, P divides AB in the ratio m:n externally, external division. The coordinates of P is mx2 minus nx1 by m minus n, my2 minus ny1 by m minus n. ഇനി മിഡ് പോയിൻ്റ് ആവാനുള്ള കണ്ടീഷൻ, if P is a midpoint of AB, the coordinates of P is x1 plus x2 by 2, y1 plus y2 by 2. ഇവിടെ എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ 1:1 എന്ന റേഷ്യോയിൽ വായിക്കുന്നു എന്നർത്ഥം. ഇനി ഇതിൻ്റെ കൂടെ പഠിച്ചു എന്ന് പറയുന്ന മറ്റൊന്ന്, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ളൊരു ഫോർമുലയാണ്. അതായത് നമുക്ക് ഇവിടെ 3 പോയിൻ്റുകൾ തന്നിരിക്കും. അതായത് 3 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് ഒരു ട്രയാങ്കിൾ x1 y1, വെർട്ടിസസ് ആണ് x2 y2, പിന്നെ അതുപോലെ തന്നെ x3 y3. ഇങ്ങനെ 3 പോയിൻ്റ് തന്നാൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഒരു ഫോർമുലയും കൂടിയാണ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ ആ ഏരിയ, അതായത് 1/2 ഇൻറ്റു ഈക്വൽ ടു ഏരിയ കാണാനുള്ളത് 1/2 ഇൻറ്റു മോഡുലസ് ആയിരിക്കും ഏരിയ, കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ചിലപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരും. x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇതാണ് ആ ഫോർമുല. ഇതും നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ്. സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ ഡിറ്റർമിനൻ്റ് ഭാഗത്ത് ഒന്നും കൂടി ഈ മോഡൽ, ഈ ഫോർമുല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഈ ഭാഗവും കൃത്യമായിട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്കതും അതേ നോട്ടിലേക്ക് എഴുതേണ്ട ഒന്നാണ്. നമുക്കതും ഒന്ന് എഴുതി വയ്ക്കാം. അത് അടുത്ത ഭാഗത്ത് ഉണ്ട്, അതും ഒന്ന് എഴുതാം. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ x1 y1 x2 y2 x3 y3 ഈസ് 1/2 ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇവിടെ മോഡൽസ് കൊടുക്കുന്നത് ഏരിയ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ഇതും അതേ ഫോർമുലയിലും അതേ ചില പ്രത്യേകതകളുണ്ട്. സിഗ്മ ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാം. സിഗ്മ x1 ഇൻറ്റു y2 മൈനസ് y3 എന്ന രീതിയിൽ ഇതിനെ മാറ്റാം. x1 1 എന്നുള്ളത് 2 ആവുന്നു, 2 y2 എന്നുള്ളത് y3 ആവുന്നു, y3 എന്നുള്ളത് y1. ഇതേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ ഫോർമുല. അപ്പോൾ അതിനെ തന്നെ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. 1/2 ഇൻറ്റു സിഗ്മ x1 ഇൻറ്റു y2 മൈനസ് y3 എന്നെഴുതിയാലും ഈ ഫോർമുല തന്നെയാണ് എന്ന് ചുരുക്കം. നമുക്കിനി ഏതാനും എക്സാമ്പിൾ ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ അല്ല, എക്സാമ്പിളായിട്ട് എഴുതിയാൽ മതിയായിരിക്കും ഇത്. കാരണം ഇത് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് കൂട്ടുന്നില്ല, ഒരു എക്സാമ്പിളാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് 6, 2 ആൻഡ് 3, 6. നമുക്കിതിനെ എ ബി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ലെറ്റ് ക്യാപിറ്റൽ എ 6, 2, ക്യാപിറ്റൽ ബി 3, 6. ദെൻ ഡിസ്റ്റൻസ് എ ബി വേണമെങ്കിൽ നമുക്ക് മോഡ് എ ബി എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഡിസ്റ്റൻസ് എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. x1 y1 x2 y2. അപ്പോൾ x2 3 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 2 ഹോൾ സ്ക്വയർ. x2 മൈനസ് x1 y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3 സ്ക്വയർ, then plus
4 square equal to 9 plus 16 equal to root 25 equal to 5. ഡിസ്റ്റൻസ് എ ബി അതായത് 6 to 36 ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലെങ്ത് 5 യൂണിറ്റ്സ്. ദെൻ മറ്റൊന്ന് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ലൈൻ ജോയിൻ ദ പോയിന്റ്സ് ക്യാപിറ്റൽ എ 5 4 ക്യാപിറ്റൽ ബി 3 6. രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് ആ പോയിന്റിൻ്റെ ഇൻറ്റേർണൽ ഡിവിഷൻ, എക്സ്റ്റേണൽ ഡിവിഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു റഫായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. റഫായിട്ട് ഇതും ഫിഗറും തമ്മിൽ, അതായത് യഥാർത്ഥ പോയിന്റ് തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് ക്യാപിറ്റൽ എ ആണ്. ക്യാപിറ്റൽ എ എന്നുള്ളത് 5 4 ആണ്. ഇനി ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ 3 6 ആണ്. ഇൻറ്റേർണലി ഇൻ ദ റേഷ്യോ 2:3. അപ്പോൾ ഇവിടെ ഈ ഭാഗം 2 ആണ്, ഈ ഭാഗം 3 ആണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എ ബി തന്നിട്ടുണ്ട്. പി ആണ് ഇവിടുത്തെ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എക്സ് വൈ ആയിട്ടും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ലെറ്റ് ക്യാപിറ്റൽ പി എക്സ് വൈ. എ ബി എന്നുള്ള പോയിന്റിനെ ഭാഗിക്കുന്നത് ഏത് റേഷ്യോയിലാണ്? 2:3 ആണ്. അപ്പോൾ നമുക്ക് ആ കോർഡിനേറ്റ്സ് ഒന്ന് എഴുതാം. അതായത് എക്സ് കോർഡിനേറ്റ് വേണമെങ്കിൽ നേരിട്ട് എഴുതാം. കോർഡിനേറ്റ്സ് ഓഫ് പി, കോർഡിനേറ്റ്സ് ഓഫ് പി, പിയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? പിയുടെ കോർഡിനേറ്റ്സ് അതായത് mx2 m n x1 y1 x2 y2. അതായത് m എന്ന് പറഞ്ഞാൽ 2 into 3 mx2 plus nx1 into 5 by 2 plus 3. ഇതാണ് എക്സ് കോർഡിനേറ്റ്, ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ. ദെൻ 2 into 6 plus 3 into 4, അതായത് my2 plus ny1 by m plus n 2 plus 3. ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അതായത് 6 plus 15 that is 21 by 5. അടുത്ത വാല്യൂ 12 plus 12 24 by 5 24 by 5. അപ്പോൾ ഇതിൽ നിന്ന് പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി, പിയുടെ കോർഡിനേറ്റ്സ്. ഇനി ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ എക്സ്റ്റേണൽ ഡിവിഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ഡിവിഷൻ 2:3. എക്സ്റ്റേണൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് കണ്ടെത്താം മാറ്റം. അതായത് പി എക്സ് വൈ എക്സ്റ്റേണൽ ഡിവിഷൻ in the case of external division, in the case of external division, mx2 2 into 3 minus 3 into 5 mx2 plus minus ny1 mx2 minus nx1 by m minus n. Then y coordinate 2 into 6 minus 3 into 4 by 2 minus 3. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇതേ രീതിയിൽ ചെയ്താൽ കിട്ടുന്നത് 6 minus 15 by minus 1 6 minus 15 by minus 1. Then y coordinate 12 minus 12 by minus 1. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അതായത് 6 minus 15 എന്ന് പറഞ്ഞാൽ 9 minus 9 by minus 1 that is 9,0. ഇതായിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ ഡിവിഷൻ. ഇവിടെ എക്സ്റ്റേണൽ ഡിവിഷൻ എന്നുള്ളത് ജനറൽ കേസിൽ പോസിബിൾ അല്ല, ഡിവൈഡ് ചെയ്യൽ. എന്നാൽ മാത്തമാറ്റിക്കൽ കേസിൽ എക്സ്റ്റേണൽ ഡിവിഷൻ ഈസ് പോസിബിൾ. ഇനി നമ്മളിവിടെ അടുത്ത് ചെയ്യുന്നത് മിഡ് പോയിൻ്റ് കാണാനാണ്. മിഡ് പോയിൻ്റ് കാണാൻ നമുക്ക് നേരിട്ട് 5 plus 3 by 2 4 plus 6 by 2 നമുക്ക് ഇവിടെ തന്നെ അത് എഴുതാം. മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത പേജിൽ എഴുതാം മിഡ് പോയിൻ്റ് കാണാനുള്ളത് മിഡ് പോയിൻ്റ് ഈസ്
ഡയറക്റ്റ് ആഡ് ചെയ്യുന്നു. x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2 എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ 8 ബൈ 2 4, then 10 by 2 5 is the midpoint. ഇനി നമുക്ക് മറ്റൊന്ന് ഇതേപോലെയുള്ളത് ചെയ്യാനുള്ളത്, അടുത്ത ഫോർമുല പ്രകാരമുള്ള ഒരു വാല്യൂം കൂടി ഇവിടെ കാണുന്നു. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു മോഡുലസ് x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ. ആദ്യ പോയിൻ്റ് x1 y1, രണ്ടാമത്തെ പോയിൻ്റ് x2 y2, മൂന്നാമത്തെ x3 y3 ആണെങ്കിൽ 1 ബൈ 2 ഇൻറ്റു മോഡുലസ് x1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 പ്ലസ് 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 then പ്ലസ് മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 2. ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 4 ഇൻറ്റു ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് y2 മീൻസ് x1 y1 മൈനസ് 2 മൈനസ് 6. ഇവിടെ അത് x2 ഇൻറ്റു y3, ദിസ് ഈസ് y3 മൈനസ് y3 എന്ന് പറഞ്ഞാൽ 6 ആണ്. y3 മൈനസ് y3 6 ആണ്. y3 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 6 മൈനസ് 4, അപ്പോൾ 4 ഇൻറ്റു ഇവിടെ മൈനസ് 8, ദെൻ പ്ലസ് 3 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു 6. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 1 ബൈ 2 ഇൻറ്റു മൈനസ് 32 പ്ലസ് 6 മൈനസ് 18. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ 50 മൈനസ് 6, 50, 44 by 2, 22 is the area. ഇതേ രീതിയിലുള്ള ബേസിക്കായ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് വരുന്നത്. അതായത് ഇതുവരെ നാം പഠിച്ചത് ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. അതായത് NCERT സിലബസിലുള്ളവർ 10th ക്ലാസ് വരെ ഇവയെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ കേരള സിലബസിലുള്ളവർ ഇവയിൽ പലതും പഠിച്ചു കാണില്ല. അതിനാൽ അവ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അടുത്ത ക്ലാസ് മുതലാണ് സ്ട്രെയിറ്റ് ലൈൻ ചാപ്റ്റർ ശരിക്ക് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലാണ് ലൈനിനെ സംബന്ധിച്ച സ്ലോപ്പ്, ഇൻക്ലിനേഷൻ അതുപോലെയുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.